ഒരിടത്തൊരിടത്ത് ഒരച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്കിടയിലും കുഞ്ഞുമക്കളെ എല്ലാ വെക്കേഷനും യാത്രകൾ കൊണ്ടുപോകാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആ മക്കൾ വലുതായപ്പോൾ പിന്നീട് അവരെ യാത്രകൾ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനൊരു യാത്രയുടെ കഥയാണ് കേട്ടോ ഇന്നത്തേത്. അനിയൻ്റെയും അനിയത്തിയുടെയും സെക്കൻഡ് ഹോമായ ദുബായ് എന്ന പർദീസയിലേക്ക് അവർ അച്ഛനെയും അമ്മയും കൊണ്ടുപോയി. ഒപ്പം ഞാനും പോയി. ദുബായ് കാണാനല്ല കേട്ടോ, ദുബായിലെ വർണ്ണവിസ്മയങ്ങൾ കണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിറയുന്ന ആ നക്ഷത്രമില്ലേ, അത് കാണാൻ. അത് കണ്ട് മനസ്സ് നിറയ്ക്കുന്ന അനിയൻ്റെയും അനിയത്തിയുടെയും മുഖത്തെ സന്തോഷം കാണാൻ. അവരുടെ ആദ്യത്തെ വിമാനയാത്രയിലും വിദേശയാത്രയിലും ഒപ്പം കൂടാൻ, ജീവിതത്തിലെ ദ ബെസ്റ്റ് ഫാമിലി മെമ്മറീസ് മനസ്സിൽ ചേർക്കാൻ. സന്തോഷ് ജോർജ് സാറിൻ്റെ സഞ്ചാരത്തിലെ ദുബായ് എപ്പിസോഡുകൾ മനഃപ്പാഠമാക്കി ഗൂഗിളും ChatGPT ഒന്നുമില്ലാതെ പല സ്ഥലങ്ങളെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയും അച്ഛൻ പഴയതുപോലെ തന്നെ എനിക്ക് പല അറിവുകളും പറഞ്ഞു തന്നു. ഭൂമിയിൽ അവർ കണ്ട ആ നക്ഷത്ര ലോകത്തെ കാഴ്ചകളും അവിടെ അവരെ കാത്തിരുന്ന അനുഭവങ്ങളും കണ്ണിലും മനസ്സിലും നിറച്ച് പലതിലേക്കും വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി അവരാ യാത്ര ശരിക്കും ആസ്വദിച്ചു. തങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞ വർണ്ണവിസ്മയങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി അവർ മനസ്സ് തുറന്ന് ചിരിച്ചു. പലതും ആദ്യമായി അറിഞ്ഞ് ആസ്വദിച്ച് അതിൻ്റെ പ്രത്യേകതകൾ പരസ്പരം വിളിച്ചുകാട്ടി നീങ്ങുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഈ നിമിഷങ്ങൾ ഇപ്പോൾ വീണ്ടും കാണുമ്പോഴും എൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകൾക്കൊപ്പം തന്നെ പ്രിയപ്പെട്ട കസിൻസും മാമനും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുമൊക്കെ ചേർന്ന് ഒരു പ്രത്യേക വികാരമാണ് എനിക്ക് ആ സ്ഥലം എപ്പോഴും സമ്മാനിക്കാറ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ സ്വപ്നയാത്രയിൽ ഞങ്ങൾക്കൊപ്പം കൂടാൻ സമയം കണ്ടെത്തിയ എൻ്റെ കൂട്ടുകാരാണിത്. ഒരു രാവും പകലും മുഴുവൻ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടും മനസ്സ് നിറയാതെ കണ്ണ് നിറച്ച് യാത്ര പറയുന്ന കൂട്ടുകാരിയായിരുന്നു എൻ്റെ ദുബായിലെ അവസാനത്തെ ഓർമ്മചിത്രം. പറന്നു പൊങ്ങുമ്പോൾ ഒരു പിടി വിലപ്പെട്ട ഓർമ്മകൾ സമ്മാനിച്ച ആ നാടിനെ ഞാൻ കണ്ണിറയെ ഒന്നുകൂടി നോക്കി. ഇപ്പോൾ ആ യാത്ര ഒരു പിടി ഫോട്ടോസായും വീഡിയോസായും എൻ്റെ കൂടെയുണ്ട്. ആ യാത്ര ഒരു സ്വപ്നമായിരുന്നില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.